हमारे बच्चे जो है वो इतना गरीब है कि एक बार का खाना भी उनको मिलना मुश्किल है। और गरीब घर में वो भी अंधा बच्चा पैदा होना, ये कितनी चुनौती है कि वो माँ बाप भी समझ सकते हैं। The institute was founded in 1934 by Dr. S. R. Matsui, who was the famous astronomer. मैं ये institute നമസ്കാരം. ഇന്ന് നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്പെട്ടേക്കാവുന്ന, നിങ്ങൾക്ക് ഏവർക്കും കൗതുകം ഉളവാക്കാവുന്ന ഒരു വിഷയവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് ജാതക ആദേശം എന്ന ഒരു ശാസ്ത്രഗ്രന്ഥത്തിലെ 13-ാം അധ്യായത്തിൽ 32 ശ്ലോകങ്ങളിലായി വിവരിച്ചിട്ടുള്ള ഒത്തിരി വിശാലമായി തന്നെ. കാരണം 32 ശ്ലോകം, ഒരു ശ്ലോകം 4 വരിയുള്ളവർക്ക്, 6 വരിയുള്ളവർക്ക്, 8 വരിയുണ്ട്. അത് എന്താണെന്നാല് ഒരാളുടെ ഒരു പുരുഷ ജാതകത്തിൽ അയാൾക്ക് പിന്നീട് ജീവിത പങ്കാളിയായി വരുന്നയാൾ എത്തരക്കാരായിരിക്കും എന്ന് ഇയാളുടെ ജാതകം കൊണ്ട് ഊഹിക്കെടുക്കുന്ന ഒരു സൂത്രമാണ്. അതെല്ലാം അച്ഛന് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. പ്രായോഗിക തലത്തിൽ നമുക്ക് അനുഭവേദ്യമായി വരുന്ന കാര്യങ്ങളാണ് ഞാനത് റിപ്പോർട്ട് ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഇന്ന ഇന്ന ഗ്രന്ഥങ്ങളിൽ നിന്നാണ്, ഇന്ന സംഗതികളിൽ നിന്നാണ് ആചാര്യന്മാർ പറഞ്ഞു വച്ചിരിക്കുന്നതാണ് എന്ന് ഞാൻ പറയുമ്പോൾ അതിനൊരു കാര്യമുണ്ട്. ഈ വിഷയത്തെ പറ്റി എന്റെ ഒരു ഊഹമോ അഭിപ്രായമോ ഞാൻ പറയുന്നില്ല. അവർ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അവർ എത്രയോ തലമുറകൾ അവരുടെ നിഗമനങ്ങളിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അത് നിന്റെ ജീവിതത്തിൽ പിന്നീട് അത് ആവർത്തിച്ചിട്ട് വരുന്നുണ്ടോ? ആവർത്തിക്കുമെങ്കിൽ ഒരിക്കൽ സംഭവിക്കാത്തവര് നിരന്തരം ആവർത്തിച്ചുകൊണ്ട് ഇരിക്കുമെങ്കിൽ മാത്രമേ അതൊരു നിയമമായിട്ട് വരൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ആ പുസ്തകത്തിൽ നിന്ന് ഫോട്ടോ ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് സംഗതി നിങ്ങൾക്ക് ആകാംക്ഷയും മറ്റുമൊക്കെ ഉണ്ടാക്കുമെങ്കിലും എനിക്ക് ആകാംക്ഷ ഉണ്ടാകുന്ന കാര്യമില്ല. കാരണം ജീവിതത്തിന്റെ നമ്മുടെ ഗതി വിഗതികളെ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ ചിന്തകളും കർമ്മങ്ങളുമാണ്, മറ്റൊരാളല്ല. പലരും നമ്മുടെ ജീവിതത്തിലേക്ക് വരും പോകും എന്നുള്ളത് പോലെ തന്നെയാണ്. അത്രയും ലൈറ്റായിട്ട് നമ്മൾ കണ്ടാൽ മതി ഈ സംഗതികളൊക്കെ. പക്ഷേ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെ പലർക്കും കാണാൻ കഴിയുന്നില്ല. നമുക്കപ്പോൾ വിശേഷിച്ചുണ്ട്. ഇതിപ്പോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പുരുഷ ജാതകത്തിൽ